കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനാകണം, രാഷ്ട്രീയക്കാരനായാലേ നല്ല ജനപ്രതിനിധിയാവാൻ കഴിയൂവെന്ന് മുരളീധരൻ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിയിലേക്ക് ചേർത്തല സ്വദേശി KS അനുരാഗിന് റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ അയച്ചു. ഉത്തരവ് കിട്ടിയാലുടൻ ജോലിയിലേക്ക് പ്രവേശിക്കുമെന്ന് അനുരാഗ്. ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിക്ക് കാരായ്മവകാശം സംരക്ഷിക്കണമെന്ന് വാര്യ സമാജം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം വൈകുന്നതിൽ സംസ്ഥാന പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ച യാർഡിൽ തീപിടുത്തം. ബിറ്റുമിൻ സ്റ്റോറേജ് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ച് മാറ്റുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. മണലൂരിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളായ അച്ഛനും മകനും ജീവപര്യന്തം തടവ്. തിരുത്തിയിൽ വേലിക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പറപ്പാടം കോൾപ്പടവിൽ കൊയ്ത്തു കഴിഞ്ഞ് സംഭരിച്ച നെല്ല് 2 ആഴ്ചയ്ക്ക് ശേഷം സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ ഏറ്റെടുത്തു. നടപടി TCV വാർത്തയെ തുടർന്ന്. മാളയിൽ കാണാതായ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഴൂർ സ്വർണ്ണപ്പള്ളം റോഡിൽ മഞ്ഞളി അജീഷിന്റെ മകൻ 6 വയസ്സുള്ള ഏബലനെയാണ് വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് 6ഓടെ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് രാത്രി 9ഓടെ കുട്ടിയെ കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. വീടിനടുത്തുള്ള പാടത്തുവരെ കുട്ടി എത്തിയതായി സൂചന ലഭിച്ചിരുന്നു. വീടിനടുത്തുള്ള യുവാവിനൊപ്പം വൈകിട്ട് 6ഓടെ കുട്ടി ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് തിരച്ചിൽ നടത്തിയത്. ഇതിനിടയിലാണ് പാടത്തിനടുത്തുള്ള പറമ്പിലെ കുളത്തിൽ നിന്ന് കുട്ടിയെ കിട്ടിയത്. കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കുളത്തിൽ വീഴുന്നത് കണ്ടുവെന്ന വിവരം ലഭിച്ചത്. വിശദാംശങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, കുറച്ച് സമയം മുമ്പ് നമ്മൾ ഈ വാർത്ത വളരെ പ്രതീക്ഷയോടെയാണ് എത്ര തന്നെയാണെങ്കിലും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇത് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് തേടിയെത്തിയിരിക്കുന്നത്, മരിച്ചു എന്നുള്ള രീതിയിൽ. പ്രാഥമികമായി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രാത്രി 9 മണിയോടെയാണ് കുട്ടിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് അടുത്ത്, അതായത് 150 മീറ്റർ മാത്രം ദൂരത്തിലുള്ള ഒരു പറമ്പിലെ കുളത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ ഒരു ദുരൂഹത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത് കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്കാണ് പോകുന്നത്. ഈ കുട്ടിക്കൊപ്പം അവസാനം കണ്ട ഒരു 19കാരൻ എന്നെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണം, അത് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കുളത്തിൽ വീണു എന്ന രീതിയിലുള്ള മറുപടി ലഭിച്ചത്. അത് തുടർന്നാണ് കുളത്തിൽ തെരച്ചിൽ നടത്തിയതും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നന്ദി രാജീവ്, വിവരങ്ങൾ നൽകിയതിന്. മാളയിൽ കാണാതായ കുട്ടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനാകണം, രാഷ്ട്രീയക്കാരനായാലേ നല്ല ജനപ്രതിനിധിയാവാൻ കഴിയൂവെന്ന് മുരളീധരൻ പറഞ്ഞു. ജബൽപൂരിൽ ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ സഹോദരന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങൾ എപ്പോഴും തന്നെ സ്തുതിക്കണമെന്ന നിലപാട് ശരിയല്ല. ജനം പ്രതീക്ഷിച്ച ശൈലിയല്ല സുരേഷ് ഗോപിയുടേത്. വിമർശിക്കുന്നവരെ ചീത്ത വിളിക്കുന്നത് രാഷ്ട്രീയക്കാരന് ചേർന്നതല്ല. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഷയങ്ങളെ നന്നായി കൈകാര്യം ചെയ്യുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിന് പുറത്ത് മുസ്ലിങ്ങളെ പോലെ ക്രിസ്ത്യാനികളെയും BJP ദ്രോഹിക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് വോട്ടിന് വേണ്ടി ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുന്നത്. ജബൽപൂരിന് പുറമെ ഒഡീഷയിൽ നടന്നതും RSS മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനം വന്നതും ഇതിനുദാഹരണമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒരുമിച്ച് കാണാൻ BJPക്കാവുന്നില്ല. വഖഫ് ബില്ലിലൂടെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള ശ്രമം നടന്നു. അടുത്തതായി ക്രൈസ്തവരുടെ നേർക്കായിരിക്കും അക്രമങ്ങൾ നടക്കുക. വഖഫ് ബോർഡിൽ മുസ്ലിമുകളല്ലാത്തവരെ വയ്ക്കുന്നത് ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളെ വയ്ക്കുന്നതിന് തുല്യമാണെന്നും മുരളീധരൻ പറഞ്ഞു. പത്രത്തിലൊക്കെ നമ്മളെ സ്തുതിച്ചിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ വഴിയേറ്റിപ്പോയി. മാധ്യമങ്ങൾ ചില സന്ദർഭത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് ചില തെറ്റുകളുണ്ടാകുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്ന് വിചാരിച്ച് അവരെ കാണുമ്പോൾ വാതിലടയ്ക്കുക, അവരെ കാണുമ്പോൾ ഓടിപ്പോവുക, അവരെ ചീത്ത വിളിക്കുക, ഹൂ അറിയോ എന്ന് ചോദിക്കുക, അതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല. രാജീവ് ചന്ദ്രശേഖരനൊക്കെ നന്നായിട്ട് പെരുമാറുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പരാതിയില്ലല്ലോ. പക്ഷേ
ഒരു കേന്ദ്രമന്ത്രി ആ രീതിയിൽ പെരുമാറിയത് മോശമാണ്. പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഒരു പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്ന് വന്നതല്ല. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ നല്ല മെയ്വഴക്കത്തോടുകൂടെ കാര്യങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആശയങ്ങൾ ശരിയോ തെറ്റോ അത് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. നേരെ മറിച്ച് വിമർശിക്കുമ്പോൾ അവരെ ചീത്ത വിളിക്കുന്ന ഏർപ്പാട് ഒരു രാഷ്ട്രീയക്കാരനും ചേർന്നതല്ല. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴക ഒഴിവിലേക്ക് വീണ്ടും നിയമനം നടത്തും. ഈഴവ ഉദ്യോഗാർത്ഥിയെ തന്നെയാണ് വീണ്ടും കഴക പ്രവൃത്തിയിലേക്ക് നിയമിക്കുന്നത്. വിവാദങ്ങളെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശി ബാലു കഴക പ്രവൃത്തി രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം നടത്താൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടപടി ആരംഭിച്ചത്. ചേർത്തല സ്വദേശി KS അനുരാഗിനെയാണ് കഴകക്കാരനായി നിയമിക്കാൻ റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ അയച്ചത്. ഉത്തരവ് കിട്ടിയാലുടൻ ജോലിയിലേക്ക് പ്രവേശിക്കുമെന്ന് അനുരാഗ് അറിയിച്ചു. അതേസമയം കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴക ജോലിയുമായി ബന്ധപ്പെട്ട് തന്ത്രിമാർ ആവശ്യപ്പെടുന്ന ജാതി പരിഗണന അംഗീകരിക്കില്ലെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KP മോഹൻദാസ് പറഞ്ഞു. നിയമം അനുശാസിക്കുന്ന ജാതി സംവരണം നടപ്പാക്കുമെന്നും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അറിയിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തി കാരായ്മാവകാശം സംരക്ഷിക്കണമെന്ന് വാര്യർ സമാജം സംസ്ഥാന സെക്രട്ടറി AC സുരേഷ് അറിയിച്ചു. അവകാശം സംരക്ഷിക്കുന്നതിനായി സമാജം ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നുണ്ടെന്നും സുരേഷ് വ്യക്തമാക്കി. കഴക അവകാശം സംബന്ധിച്ച് രേഖകൾ കോടതിയിൽ സമാജം സമർപ്പിച്ചിട്ടുണ്ടെന്നും ദേവസ്വത്തിനോട് രേഖകൾ നൽകാൻ കോടതി ആവശ്യപ്പെട്ടതായും സുരേഷ് വാര്യർ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച കേസ് വെള്ളിയാഴ്ച കോടതി പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാരായ്മ അവകാശം നിലനിർത്താൻ വാര്യർ സമാജം ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന് സുരേഷ് വാര്യർ പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ അന്വേഷണം വൈകുന്നതിൽ സംസ്ഥാന പോലീസ് അന്വേഷണത്തെ വിമർശിച്ച് ഹൈക്കോടതി. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. ED വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഇങ്ങനെ പോയാൽ കേസ് CBIക്ക് കൈമാറേണ്ടി വരുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ED കൊണ്ടുപോയതുകൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. സംസ്ഥാന പോലീസ് അന്വേഷണം വൈകുന്നതിനെതിരായ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസന്വേഷണത്തിന് ഒറിജിനൽ രേഖകൾ തന്നെ വേണമെന്ന് സംസ്ഥാന സർക്കാർ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. അന്വേഷണം വൈകുന്നതിന് വിചിത്രമായ വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ച യാർഡിൽ തീപിടുത്തം. ചെറുകുന്ന് റോഡരികിലുള്ള യാർഡിൽ പഴയ ബിറ്റുമിൻ സ്റ്റോറേജ് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. വിവരമറിഞ്ഞെത്തിയ അഗ്നിരക്ഷാ പ്രവർത്തകർ 2 മണിക്കൂറോളം നീണ്ട കഠിന പ്രയത്നത്തിലൂടെയാണ് തീയണച്ചത്. സ്റ്റോറേജ് ടാങ്കിൽ ടാറായിരുന്നതിനാൽ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കുവാൻ സാധിച്ചില്ല. തുടർന്ന് 500 ലിറ്ററോളം ഫോം ഉപയോഗിച്ചാണ് തീ പൂർണ്ണമായും അണച്ചത്. കനത്ത പുക കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. തീയണയ്ക്കാനുള്ള വെള്ളം അപ്പോളോ ടയർ കമ്പനിയിൽ നിന്ന് ലഭിച്ചത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായകരമായി. നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ആളപായം ഉണ്ടായില്ല. ചാലക്കുടി, പുതുക്കാട് അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നായി 3 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ PG ദിലീപ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ പുന്നത്തൂർ റോഡിൽ തെങ്ങിന് തീപിടിച്ചു. റോഡിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങിനാണ് തീപിടിച്ചത്. ആളിപ്പടർന്ന തീ താഴേക്ക് പതിച്ചതോടെ തെങ്ങിന് സമീപത്തെ കാടും മറ്റും കത്തിയത് പരിഭ്രാന്തി പരത്തി. സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഉടൻ തന്നെ വിവരം അറിയിച്ചതോടെ ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മണലൂരിൽ റബീഷ് എന്ന യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. തിരുത്തിയിൽ വേലുക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. 2014 ഏപ്രിൽ 1-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതികളുടെ വീടിന്റെ മുന്നിൽ കൂടെ നടന്നു പോവുകയായിരുന്ന അയൽവാസികളായ റബീഷിനെയും ശോഭിത്തിനെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. റബീഷ് ആശുപത്രിയിൽ വെച്ചും ശോഭിത്ത് പിന്നീട് വാഹനാപകടത്തിലും മരണപ്പെടുകയായിരുന്നു. സാക്ഷികളുടെ മൊഴിയും ശാസ്ത്രീയ തെളിവും സാഹചര്യ തെളിവുകളും അടിസ്ഥാനമാക്കിയാണ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പറപ്പാടം കോൾപ്പടവിൽ കൊയ്ത്ത് കഴിഞ്ഞ് സംഭരിച്ച നെല്ല് 2 ആഴ്ചയ്ക്ക് ശേഷം സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ ഏറ്റെടുത്തു.
കഴിഞ്ഞ മാസം 24-ന് പടവിലെ നെൽകൃഷിയുടെ വിളവെടുപ്പ് പൂർത്തിയായിട്ടും നെല്ല് സംഭരിക്കുന്നതിന് സപ്ലൈകോ നിയോഗിച്ച 8ഓളം മില്ലുകൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് നെല്ലെടുക്കാതെ മടങ്ങിപ്പോവുകയായിരുന്നു. ഇത് സംബന്ധിച്ച TCV വാർത്തയെ തുടർന്ന് കൃഷിവകുപ്പും സപ്ലൈകോ ഉദ്യോഗസ്ഥരും ഇടപെടുകയും വ്യാഴാഴ്ച വൈകിട്ട് മില്ല് ഉടമകളെത്തി നെല്ല് ഏറ്റെടുക്കുകയുമായിരുന്നു. പടവ് കമ്മിറ്റി ഭാരവാഹികളായ VD അനിൽകുമാർ, ബാബുരാജ് കർണംകോട്ട്, PL ജേക്കബ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ മാസം 30-നകം പൂർത്തീകരിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജലസേചന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയവർക്കാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. ഡാമുകളുടെ റൂൾ കർവ് കർശനമായി പാലിക്കണമെന്ന് കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ തൃശൂർ ജില്ല സംസ്ഥാനത്ത് 3ാം സ്ഥാനം കരസ്ഥമാക്കി. ജൈവ അജൈവ മാലിന്യ സംസ്കരണം, ദ്രവ മാലിന്യ സംസ്കരണം, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയ്ക്ക് 3ാം സ്ഥാനം ലഭിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വൃത്തി ക്ലീൻ കേരള കോൺക്ലേവിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കോർപ്പറേഷന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം ഒരാഴ്ചയായി നിലച്ചിട്ടും നടപടി സ്വീകരിക്കാതെ കോർപ്പറേഷൻ അനാസ്ഥ കാണിക്കുകയാണെന്ന് പ്രതിപക്ഷ കൌൺസിലർ ജോൺ ഡാനിയേൽ പറഞ്ഞു. പഴയ മുനിസിപ്പൽ പ്രദേശങ്ങളിലാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. കോർപ്പറേഷൻ നിലവിൽ വന്നതിന് ശേഷം അമൃത് പദ്ധതിയിൽ കോടികൾ ചെലവഴിച്ചിട്ടും നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായിട്ടില്ല. ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും കുടിവെള്ളം നിന്നിട്ടും ഒരു ഇടപെടലും നടത്താത്ത മേയറുടെ നിലപാട് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും ജോൺ ഡാനിയേൽ പറഞ്ഞു. മലക്കപ്പാറയിൽ ഫോറസ്റ്റ് ജീപ്പിൽ ജോലിക്ക് പോയിരുന്ന യുവതിയെ മാരുതി വാനിലെത്തിയ മുൻ ഭർത്താവ് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരി ഷൈനിയാണ് പോലീസിൽ പരാതി നൽകിയത്. ഫോറസ്റ്റ് ജീപ്പിലേക്ക് വാൻ ഇടിച്ചു കയറ്റുകയും പിന്നീട് കത്തിയുമായി യുവതി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ വെറ്റിലപ്പാറ സ്വദേശി അജയൻ, വാനിലുണ്ടായിരുന്ന പൊരിങ്ങൽകുത്ത് സ്വദേശി അജീഷ് എന്നിവർക്കെതിരെ മലക്കപ്പാറ പോലീസ് കേസെടുത്തു. വിഷു വിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം. വിഷുവിന് പ്രധാനം വിഷുക്കണിയാണ്. വിഷുനാളിൽ ഏറെ പ്രധാനമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം. ഗുരുവായൂരിൽ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് വിഷുക്കണി ദർശനം. മേൽശാന്തി കവപ്ര മാറത്ത് അച്യുതൻ നമ്പൂതിരി പുലർച്ചെ 2-ന് മുറിയിൽ കണി കണ്ടതിനു ശേഷം തീർത്ഥക്കുളത്തിൽ കുളിച്ചെത്തി ശ്രീലകവാതിൽ തുറന്ന ഗുരുവായൂരപ്പനെ കണി കാണിക്കും. ഞായറാഴ്ച രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം കീഴ്ശാന്തി നമ്പൂതിരിമാർ ചേർന്ന ക്ഷേത്ര മുഖമണ്ഡപത്തിൽ കണിയൊരുക്കും. ഓട്ടുരുളിയിൽ ഉണക്കല്ലരി, പുതുവസ്ത്രം, ഗ്രന്ഥം, സ്വർണം, വാൽക്കണ്ണാടി, കണിക്കൊന്ന, വെള്ളരി, ചക്ക, മാങ്ങ, പഴങ്ങൾ, നാളികേരം എന്നിവയാണ് കണിക്കോപ്പുകൾ. പുലർച്ചെ മുഖമണ്ഡപത്തിലെ വിളക്കുകൾ തെളിയിക്കും. നാളികേരമുറിയിൽ നെയ്വിളക്ക് തെളിയിച്ച ശേഷമാണ് മേൽശാന്തി ഗുരുവായൂരപ്പനെ കണി കാണിക്കുക. തുടർന്ന് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് സ്വർണ്ണ സിംഹാസനത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ചു വയ്ക്കും. സിംഹാസനത്തിന് താഴെയായി ഓട്ടുരുളിയിൽ ഒരുക്കിയ കണിക്കോപ്പുകളും വയ്ക്കും. തുടർന്ന് ഭക്തർക്ക് കണി ദർശനം. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചതിരിഞ്ഞും കാച്ചശീവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പുമാണ്. രാത്രി ഇടയ്ക്ക പ്രദക്ഷിണവും ഉണ്ടാകും. പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളോടെ പ്രസാദ ഊട്ടും ഉണ്ടാകും. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ യുവാക്കളെ ആക്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കാര സ്വദേശികളും സഹോദരങ്ങളുമായ വിജയ്, അജയ്, മടത്തുപറമ്പിൽ
വീട്ടിൽ സുധീഷ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വെറ്റിലപ്പാറയിൽ 2 പുലികളെത്തി വളർത്തുനായയെ ആക്രമിച്ചു. ചെങ്ങമനാട് ശശിയുടെ വീടിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന കൂട്ടിലെ നായയാണ് പുലി കടിച്ചത്. കൂട്ടിലുണ്ടായിരുന്ന മറ്റൊരു നായ കുരച്ചപ്പോൾ വീട്ടുകാർ ബഹളം വെച്ചു. ഇതിനിടെ 2 പുലികൾ ഓടിപ്പോകുന്നത് കണ്ടതായി ശശി പറഞ്ഞു. ചാലക്കുടി നഗരത്തിലിറങ്ങിയ പുലി കാണാമറയത്ത് തുടരുന്നു. പുലിയെ പിടികൂടാൻ വെള്ളിയാഴ്ച സംയുക്ത പരിശോധന നടക്കും. പുഴ കടന്നാണ് പുലി എത്തിയതെന്നാണ് സംശയിക്കുന്നത്. ഇതിനാൽ തന്നെ ചാലക്കുടി പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശോധനയിൽ നിരവധി സംഘങ്ങൾ ഉണ്ടാകും. പുലിയെ ആദ്യമായി കണ്ടത് കണ്ണമ്പുഴ റോഡിലെ വീട്ടുവളപ്പിലാണ്. CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. ഇതിന് പിന്നാലെ പലയിടത്തും പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്നു. പുലിയെ പിടികൂടാനാവാത്തതിനാൽ ചാലക്കുടി നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഭീതിയിലാണ്. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. അകവളപ്പിൽ രാധാകൃഷ്ണൻ 85 വളർത്തു കോഴികളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നത്. ഇന്ന് പുലർച്ചെയാണ് മതിൽ ചാടി കടന്നെത്തിയ നായ്ക്കൾ കൂടിന്റെ ഫൈബർ വാതിൽ കടിച്ചു പൊളിച്ച് കോഴികളെ ആക്രമിച്ചത്. നിരവധി കോഴികളെ കടിച്ചുകൊണ്ടുപോയി. മാസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം നടന്നിരുന്നു. അന്ന് 300 കോഴികളെയാണ് കടിച്ചുകൊന്നത്. ചിറ്റണ്ട തലശ്ശേരി പാതയിൽ പന്നികൾ കാറിന് കുറുകെ ചാടി അപകടം. വാഹനത്തിന്റെ മുൻവശം തകർന്നു. വരവൂർ വേട്ടാണി കയറ്റത്തിൽ കാട്ടുപന്നികൾ കൂട്ടമായി റോഡിലിറങ്ങി ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് കുറുകെ ചാടുകയായിരുന്നു. പന്നികൾ ഇടിച്ച് കാറിന്റെ മുൻവശം തകർന്നു. എറണാകുളത്ത് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 5 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി കൃഷ്ണമൂർത്തിയാണ് കോടതി ശിക്ഷിച്ചത്. ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വിവിജ സേതുമോഹനനാണ് ശിക്ഷ വിധിച്ചത്. 2020-ലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. കാലടിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പാവറട്ടി സ്വദേശിയായ യുവാവ് മരിച്ചു. പാവറട്ടി മനപ്പടിക്ക് സമീപം താമസിക്കുന്ന നീലങ്കാവിൽ മുട്ടിക്കൽ ആന്റണി മകൻ 24 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി സുഹൃത്തിനോടൊപ്പം മലയാറ്റൂർ തീർത്ഥകേന്ദ്രത്തിൽ പോയി തിങ്കളാഴ്ച പുലർച്ചെ മടങ്ങിവരുന്നതിനിടെ കാലടിക്ക് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബെന്നി എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദേശീയപാത കുതിരാൻ തുരങ്കത്തിന് സമീപം വീണ്ടും ശുചിമുറി മാലിന്യം തള്ളി. പലതവണ ശുചിമുറി മാലിന്യം തള്ളിയിട്ടും വാഹനത്തെ പിടികൂടാൻ തയ്യാറാവുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പത്നി അനഘയോടൊപ്പം രാവിലെ 7 മണിയോടെയാണ് ഗവർണർ ഗുരുവായൂരിലെത്തിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലും ഗവർണർ ദർശനം നടത്തി. ലഹരിക്കെതിരെ മുദ്രാവാക്യവുമായി തൃശൂർ ജവഹർ ബാലഭവനിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്വരാജ് റൌണ്ടിൽ റാലി നടത്തി. നിരവധി പേർ റാലിയുടെ ഭാഗമായി. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ്, ASI സനീഷ് ബാബു, ബാലഭവൻ കോർഡിനേറ്റർ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മധുര ഗുരുവായൂർ മധുര എക്സ്പ്രസിൽ നിലവിലുള്ള ICF കോച്ചുകൾക്ക് പകരം CBC കപ്ലിംഗോട് കൂടിയ കോച്ചുകൾ ഏർപ്പെടുത്താനും 4 ജനറൽ കോച്ചുകൾ സ്ലീപ്പർ കോച്ചുകളായി മാറ്റാനുമുള്ള റെയിൽവേ തീരുമാനം പിൻവലിച്ചു. നിലവിൽ 14 കോച്ചുകളോട് കൂടിയാണ് ഈ ട്രെയിൻ ഓടുന്നത്. ഒരെണ്ണം AC-യും 2 സ്ലീപ്പറുമാണ്. രാവിലെ ഗുരുവായൂരിൽ നിന്നും എറണാകുളം വരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ധാരാളം സ്ഥിരം യാത്രികർ ആശ്രയിക്കുന്ന ട്രെയിനിൽ 18 കോച്ചുകൾ വേണമെന്ന് ദീർഘകാലമായി ആവശ്യം ഉയരുന്നുണ്ട്. ചാലക്കുടി ടൗൺഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ലിഫ്റ്റിൽ വയോധികൻ കുടുങ്ങി. വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. സംഭവം അറിഞ്ഞ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും
അല്പസമയത്തിനകം വൈദ്യുതി വന്നതോടെ വയോധികൻ താഴേക്ക് ഇറങ്ങി. വാണിജ്യം. വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ശാഖ വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മണപ്പുറം ഫിനാൻസ് എംഡിയും സിഇഒയുമായ വി.പി. നന്ദകുമാർ നിർവഹിച്ചു. വാടാനപ്പള്ളി CDS ചെയർപേഴ്സൺ ബീന ഷെല്ലി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അറയ്ക്കൽ, ബാങ്ക് ഓഫ് ബറോഡ ജനറൽ മാനേജറും എറണാകുളം സോണൽ മേധാവിയുമായ ശ്രീജിത്ത് കൊട്ടാരത്തിൽ, തൃശൂർ റീജിയണൽ മേധാവി പി. വിമൽജിത്ത്, മിഡ് കോർപ്പറേറ്റ് ബ്രാഞ്ച് ഹെഡ് എസ്. സതീഷ്, ബ്രാഞ്ച് മാനേജർ അജീഷ് തോമസ് എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ആദ്യ പാസ്ബുക്ക്, ആദ്യ ലോക്കർ കീ, ആദ്യ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ആദ്യ കറണ്ട് അക്കൗണ്ട് എന്നിവ ഉപഭോക്താക്കൾക്ക് കൈമാറി. CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി CDS ചെയർപേഴ്സൺ ബീന ഷെല്ലി പച്ചക്കറി വിത്ത് വിതരണം നടത്തി. ഇന്ത്യയിലെ പ്രമുഖ വാണിജ്യ ബാങ്കുകളിൽ ഒന്നായ ബാങ്ക് ഓഫ് ബറോഡ ബാങ്കിന്റെ 71.60% ഓഹരിയും കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്. 5 ഭൂഖണ്ഡങ്ങളിൽ 17 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 70,000-ലധികം ടച്ച് പോയിന്റുകളിലൂടെ 150 ദശലക്ഷത്തിലധികം വരുന്ന ആഗോള ഉപഭോക്താക്കൾക്ക് അത്യാധുനിക ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ബാങ്ക് സ്തുത്യർഹമായ സേവനം നൽകി വരുന്നു. ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ജന്മവാർഷിക ദിനമായ ഏപ്രിൽ 10 പിന്നിടുമ്പോൾ വനിതാ ചികിത്സാ രംഗത്ത് അഭിമാന നേട്ടവുമായി മുന്നേറുകയാണ് മണ്ണുത്തി തോട്ടപ്പടിയിലെ കെയർവെൽ ഫെർട്ടിലിറ്റി ക്ലിനിക്. കഴിഞ്ഞ 30 വർഷമായി വനിതാ ചികിത്സാ രംഗത്ത് ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മുന്നേറുന്ന കെയർവെൽ ഫെർട്ടിലിറ്റി ക്ലിനിക് ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടത്തിലാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. 30 വർഷത്തെ സേവനത്തിനിടയിൽ 2400-ലേറെ ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകാനായെന്ന് കെയർവെൽ ഫെർട്ടിലിറ്റി ക്ലിനിക് ഉടമ ഡോക്ടർ കെ.ബി. ദിലീപ് കുമാർ പറഞ്ഞു. വന്ധ്യതാ ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ പങ്കിനെ പറ്റി പലർക്കും ധാരണ കുറവാണ്. ഇവിടെ കെയർവെൽ ഹോമിയോപ്പതിക് ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഏകദേശം 2400-ൽ പരം ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പല ദമ്പതികളും മറ്റു ചികിത്സാ ശാസ്ത്രങ്ങളിൽ പരാജയപ്പെട്ടവരാണ്. താരതമ്യേന ചിലവ് കുറഞ്ഞതും പാർശ്വഫലങ്ങളും ഇല്ലാത്തതുമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയാണ് ഇവിടെ നൽകി വരുന്നത്. വന്ധ്യതാ ചികിത്സയ്ക്ക് പുറമെ സ്ത്രീ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ, വൈറൽ രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ജനിതക രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, വെരിക്കോസ് വെയിൻ, മുഖക്കുരു, മുടിക്കൊഴിച്ചിൽ, ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയ എല്ലാവിധ രോഗങ്ങൾക്കും കെയർവെല്ലിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാണ്. അവധി ദിനങ്ങളിൽ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ 12:30 വരെയും ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ 6:30 വരെയുമാണ് പ്രവർത്തന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 8547819881. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,560 രൂപ, പവന് 68,480 രൂപ. വെള്ളി ഗ്രാമിന് 102 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,227 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനാകണം, രാഷ്ട്രീയക്കാരനായാലേ നല്ല ജനപ്രതിനിധിയാവാൻ കഴിയൂവെന്ന് മുരളീധരൻ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിയിലേക്ക് ചേർത്തല സ്വദേശി KS അനുരാഗിന് റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ അയച്ചു. ഉത്തരവ് കിട്ടിയാലുടൻ ജോലിയിലേക്ക് പ്രവേശിക്കുമെന്ന് അനുരാഗ്. ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിക്ക് കാരായ്മ അവകാശം സംരക്ഷിക്കണമെന്ന് വാര്യർ സമാജം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസന്വേഷണം വൈകുന്നതിൽ സംസ്ഥാന പോലീസിനെ വിമർശിച്ച ഹൈക്കോടതി. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ച യാർഡിൽ തീപിടുത്തം. ബിറ്റുമിൻ സ്റ്റോറേജ് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. മണലൂരിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളായ അച്ഛനും മകനും ജീവപര്യന്തം തടവ്. തിരുത്തിയിൽ വേലുക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്.
മുല്ലശ്ശേരി പഞ്ചായത്തിലെ പറപ്പാടം കോൾപ്പണവിൽ കൊയ്ത്തു കഴിഞ്ഞ് സംഭരിച്ച നെല്ല് 2 ആഴ്ചയ്ക്ക് ശേഷം സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ ഏറ്റെടുത്തു. നടപടി TCV വാർത്തയെ തുടർന്ന്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.